ഹലോ, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഇന്നത്തെ റെസിപ്പി ഒരു റാവുത്തർ ബിരിയാണിയാണ്. ഞാനൊരു ഉരുളി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 4 സ്പൂൺ നെയ്യും 2 സ്പൂൺ സൺഫ്ലവർ ഓയിലും ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിന് ശേഷം ഞാൻ പട്ട, ഗ്രാമ്പു, ഏലക്ക, തക്കോല എല്ലാതും ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ ചെറിയുള്ളി അരിഞ്ഞതും സവോള ഇട്ട് കൊടുത്തിട്ടുണ്ട്. 2 സവോളയും ഒരു 10-20 ചെറിയുള്ളി ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു 5-6 പച്ചമുളകും ഇട്ടിട്ടുണ്ട്. പിന്നെ അതിന് ശേഷം ഞാൻ തക്കാളിയും പിന്നെ മല്ലിയില, പുതിനയില അതൊന്നും ക്യാമറയിൽ ഉൾപ്പെടുത്താൻ പറ്റിയില്ല കേട്ടോ. ശരിക്കും ക്യാമറ ഓഫായത് അറിഞ്ഞില്ല. അതേപോലെ തന്നെ മസാലപ്പൊടികളൊന്നും ഉൾപ്പെടുത്താൻ പറ്റിയില്ല. പിന്നെ മസാലപ്പൊടികൾ ഞാൻ ഇട്ടിട്ടുള്ളത് മുളക് പൊടി 2 സ്പൂണ്, മഞ്ഞൾപ്പൊടി 1 സ്പൂണ്, ഗരം മസാലപ്പൊടി, പിന്നെ കുരുമുളക് പൊടി, മല്ലിപ്പൊടി ഒരു 1/2 സ്പൂൺ മല്ലിപ്പൊടിയും കൂടി ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. എല്ലാതും കൂടി നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്ത് നല്ല പേസ്റ്റ് ആക്കിയിട്ടാണ് ഞാൻ പിന്നെ അതിന് ശേഷം ചിക്കൻ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ചിക്കൻ ഇട്ട് കൊടുത്തതിന് ശേഷം നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ചിക്കൻ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഉപ്പൊക്കെ നോക്കിയിട്ട് ഉപ്പൊക്കെ ആവശ്യത്തിന് ഇടുക കേട്ടോ. ക്യാമറ ഓഫായ കാരണമാണ് മസാലപ്പൊടികളൊന്നും ഉൾപ്പെടുത്താൻ പറ്റാഞ്ഞത്. അത് കാരണം എല്ലാവരും എൻ്റെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കണേ. അങ്ങനെ ചിക്കനൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം ഞാൻ ഒരു ചെറുനാരങ്ങ എടുത്തിട്ട് ചെറുനാരങ്ങൻ്റെ നീര് അതിലേക്ക് പിഴിഞ്ഞെടുത്തിട്ടോ. ചിക്കനൊക്കെ ഒന്ന് ഒരു പകുതി വേവായി വന്നതിന് ശേഷം ഞാൻ തിളച്ച വെള്ളമാണ് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. തിളച്ച വെള്ളം ഒഴിച്ചതിന് ശേഷം ഞാൻ അരിയിട്ട് കൊടുത്തിട്ടോ. നല്ലപോലെ തിളച്ച് ഉപ്പൊക്കെ പാകത്തിന് നോക്കുക. അതിന് ശേഷം അരിയിട്ട് കൊടുത്തിട്ടോ. 1 കിലോ അരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. 1.5 കിലോ ചിക്കൻക്ക് 1 കിലോ അരി ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഉപ്പൊക്കെ കറക്റ്റാണോ നോക്കിയതിന് ശേഷം മൂടി വെച്ച് വേവിച്ചെടുത്തിട്ടോ. അങ്ങനെ നമ്മളെ റാവുത്തർ ബിരിയാണിയൊക്കെ റെഡി ആയിട്ടുണ്ട്. റാവുത്തർ ബിരിയാണിയൊക്കെ ചിലവർക്ക് ചൂടോട് കൂടെ കഴിക്കുന്നതാവും ഇഷ്ടം കേട്ടോ. ചൂടാറിയതിന് ശേഷം കുറച്ച് ചൂടോട് കൂടെ നമ്മളിത് കഴിക്കുന്നത് നല്ല രുചിയാണ് കേട്ടോ. അപ്പോൾ കുറച്ചൊന്ന് ചൂടാറിയിട്ടുണ്ട്. അപ്പോൾ ഞാനത് കഴിക്കാൻ വേണ്ടിയിട്ട് പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കുട്ടികളൊക്കെ വന്നതിന് ശേഷം ഞാൻ ബിരിയാണിയൊക്കെ എല്ലാവർക്കും സെർവ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഇപ്പോൾ നമ്മളിപ്പോൾ പിന്നെ കച്ചമ്പറോ അച്ചാറോ അതിലൊന്നും ആവശ്യമില്ല കേട്ടോ. വെറുതെ കഴിക്കാൻ പറ്റുന്നതാണ്. നല്ല രുചിയാണ്. എല്ലാ മസാലകളും ചേർന്നതല്ലേ. പിന്നെ കുറച്ച് കച്ചമ്പറ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ഈ തൈരൊക്കെ ഇട്ടിട്ട് പിന്നെ അതേപോലെ തന്നെ സുർക്കൊഴിച്ചിട്ട് കുറച്ച് കച്ചമ്പറ് വേറെ ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ അതും പിന്നെ സുർക്കടതും പിന്നെ വെളുത്തുള്ളി സുർക്കയിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടി ഞാൻ അതിക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ. വെളുത്തുള്ളിയൊക്കെ തിന്നുന്നത് നല്ലതാണ്. നമ്മൾ ബിരിയാണിയൊക്കെ തിന്നുമ്പോഴും അതേമാതിരി ഇറച്ചിയാണെങ്കിൽ എന്ത് ഭക്ഷണം കഴിക്കുകയാണെങ്കിലും നമ്മൾ 2 അല്ലി വെളുത്തുള്ളി കഴിക്കണത് നല്ലതാണ്. അപ്പോൾ സുർക്കയിലിട്ട വെളുത്തുള്ളി ഞാൻ കുട്ടികൾക്ക് എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ നമ്മളെ സ്റ്റാറായ പപ്പടം നമുക്ക് ബിരിയാണിക്ക് ചിലവർക്കൊന്നും ഇഷ്ടമല്ല, ചിലവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പപ്പടം ഇല്ലാണ്ട് ബിരിയാണി കഴിക്കാത്തവരുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പോൾ പപ്പടം കൂടി ഞാൻ വറുത്തിട്ടുണ്ട് കേട്ടോ. നമ്മളെ ബിരിയാണിയൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇഷ്ടമായി ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.